എന്നും പുതുമയുമായെത്തുന്ന ലവ് ദ ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബിലെ പഠിതാക്കൾ ഒരുക്കുന്ന പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു. ഒരു ദിനം ഒരു പേജ് ഖുർആൻ പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു ദിനം ഒരു പേജ് ഖുർആൻ പാരായണത്തോടൊപ്പം അതിന്റെ അർത്ഥവും എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ജാസ്മിൻ, ഇതെന്റെ മകൾ മസ്നി മറിയ. പരിശുദ്ധ ഖുർആനിലെ 7-ാമത്തെ അധ്യായമായ സൂറത്തുൽ അഅറാഫിലെ 167-ാം പേജിലെ 138 മുതൽ 143 വരെയുള്ള ആയത്തുകളാണ് ഞങ്ങളിവിടെ പാരായണം ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വജാവസ്നാ ബിബനീ إسرائيل البحر فأتوا على قوم يعكفون على أصنام لهم قالوا يا موسى اجعل لنا إلها كما لهم آلهة قال إنكم قوم تجهلون. അർത്ഥം: ഇസ്രായേൽ സന്തതികളെ നാം സമുദ്രം വിട്ടുകടത്തി രക്ഷപ്പെടുത്തി. എന്നിട്ട് തങ്ങളുടെ ചില ബിംബങ്ങളുടെ അരികിൽ ഭജനമിരിക്കുന്ന ഒരു ജനതയുടെ അടുക്കൽ അവർ വന്നു ചേർന്നു. അവർ പറഞ്ഞു, മൂസ, ഇവർക്ക് ചില ദൈവങ്ങളുള്ളതുപോലെ ഞങ്ങൾക്ക് ഒരു ദൈവത്തെ നീ ഏർപ്പെടുത്തി തരണം. അദ്ദേഹം പറഞ്ഞു, നിശ്ചയമായും നിങ്ങൾ അറിവില്ലാത്ത ഒരു മൂഢ ജനതയാകുന്നു. ഇന്ന ഹൗലാഇ മുതബർറും മാ ഹും ഫീഹി മുതബർറും മാ ഹും ഫീഹി വബാതിലും മാ കാനൂ യഅമലൂൻ. നിശ്ചയമായും ഇക്കൂട്ടർ അവർ ഏതൊന്നിൽ സ്ഥിതി ചെയ്യുന്നുവോ അത് ആ മാർഗം മുറിച്ചു കളയപ്പെടുന്നതാകുന്നു. അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഫലശൂന്യവുമാകുന്നു. ഖാല അഗൈറല്ലാഹി അബ്ഗീകും ഇലാഹൻ വഹുവ ഫളലകും അലൽ ആലമീൻ. അദ്ദേഹം പറഞ്ഞു, അല്ലാഹു അല്ലാത്തതിനെയോ നിങ്ങൾ നിങ്ങൾക്ക് ദൈവമായി തേടി അന്വേഷിക്കുന്നത്? അവൻ നിങ്ങളെ ലോകരേക്കാൾ ശ്രേഷ്ഠരാക്കുകയും ചെയ്തിരിക്കുന്നു എന്നിരിക്കെ. വഇദ് അൻജൈനാകും മിൻ ആലി ഫിർഔന യസൂമൂനകും സൂഅൽ അദാബ് യുഖത്തിലൂന അബ്നാഅകും വയസ്തഹ്യൂന നിസാഅകും വഫീ ദാലികും ബലാഉം മിർ റബ്ബികും അലീം. ഇസ്രായേൽ സന്തതികളെ, ഫിർഔനിന്റെ കൂട്ടർ നിങ്ങൾക്ക് കടുത്ത ശിക്ഷ അനുഭവിപ്പിച്ചുകൊണ്ടിരിക്കെ അവരിൽ നിന്നു നിങ്ങളെ നാം രക്ഷപ്പെടുത്തിയ സംഭവം ഓർക്കുക. നിങ്ങളുടെ ആൺമക്കളെ അവർ അറുകൊല നടത്തുകയും നിങ്ങളുടെ സ്ത്രീകളായ മക്കളെ ജീവിക്കാൻ വിടുകയും ചെയ്തിരുന്നു. അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബിങ്കൽ നിന്നുള്ള വമ്പിച്ച ഒരു പരീക്ഷണം ഉണ്ടായിരുന്നു. وواعدنا موسى 30 ليلة وأتممناها بعشر فتم ميقات ربه 40 ليلة وقال موسى لأخيه هارون اخلفني في قومي وأصلح ولا تتبع سبيل المفسدين. മൂസായോട് ഒരു 30 രാത്രിക്കു നാം വാഗ്ദാനം നടത്തുകയുണ്ടായി. അതിനെ വീണ്ടും ഒരു 10 രാത്രി കൊണ്ട് നാം പൂർത്തിയാക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിന്റെ റബ്ബിന്റെ നിശ്ചയ സമയം 40 രാത്രിയായി തികഞ്ഞു. മൂസ തന്റെ സഹോദരൻ ഹാറൂനിനോട് പറയുകയും ചെയ്തു, എന്റെ അഭാവത്തിൽ നീ എന്നെ പ്രതിനിധീകരിക്കുക. നീ നല്ലത് പ്രവർത്തിക്കുകയും ചെയ്യുക. കുഴപ്പമുണ്ടാക്കുന്നവരുടെ മാർഗത്തെ നീ പിൻപറ്റുകയും ചെയ്യരുത്. ولما جاء موسى لميقاتنا وكلمه ربه قال رب أرني أنظر إليك قال لن تراني ولكن انظر إلى الجبل فإن استقر
فاستقر مكانه فسوف تراني فلما تجلى ربه للجبل جعله دكا وخر موسى صعقا فلما أفاق قال سبحانك تبت إليك وأنا أول المؤمنين. നമ്മുടെ നിശ്ചിത സമയത്തേക്ക് മൂസ വരികയും അദ്ദേഹത്തിന്റെ റബ്ബ് അദ്ദേഹത്തോട് സംസാരിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്റെ റബ്ബേ, എനിക്കു നിന്നെ കാണിച്ചു തരണമേ. ഞാൻ നിന്നിലേക്ക് ഒന്ന് നോക്കി കാണട്ടെ. അവൻ പറഞ്ഞു, നീ എന്നെ കാണുകയില്ല തന്നെ. എങ്കിലും നീ ആ മലയിലേക്ക് നോക്കുക. അതായത് എന്നിട്ട് അത് അതിന്റെ സ്ഥാനത്ത് ഉറച്ചു നിൽക്കുന്നുവെങ്കിൽ വഴിയെ നീ എന്നെ കണ്ടുകൊള്ളും. അങ്ങനെ അദ്ദേഹത്തിന്റെ റബ്ബ് മലയിലേക്ക് വെളിപ്പെട്ടപ്പോൾ അത് അതിനെ പൊടിയാക്കി തകർത്തു. മൂസ ബോധമറ്റവനായി വീഴുകയും ചെയ്തു. എന്നിട്ട് അദ്ദേഹത്തിന് ബോധം വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ മഹാപരിശുദ്ധൻ, നിനക്കു സ്തോത്രം. ഞാൻ നിന്നിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങി. ഞാൻ സത്യവിശ്വാസികളിൽ ഒന്നാമത്തേവനുമാകുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.